അസ്സലാമു വറഹ്മത്തുള്ളാഹി. വീണ്ടും ഒരറിവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. നിങ്ങളിത് കേൾക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഇതിനെ ഷെയർ ചെയ്തു കൊടുക്കുക. ഈ ചാനലൊന്ന് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അതും കൂടി ചെയ്തൊന്ന് സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമിനെ മരണം വരെ പഠിക്കുവാനും പഠിക്കുന്നതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുവാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മളൊക്കെയും ഒരു നന്മ, ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് അല്ലാഹു തആല അതിന് നമുക്ക് പ്രതിഫലം നൽകുന്നത്. എന്നാൽ അത് പ്രവർത്തിക്കാതെ തന്നെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് കൂലി കിട്ടുന്ന 4 കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് കിതാബുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ആഖിറത്തിൻ്റെ അക്കൗണ്ടിലേക്ക്, സ്വർഗത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പ്രതിഫലം ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കും. അതിലുപരി ഈ ദുനിയാവിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അവൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനത്തെ 4 കാര്യങ്ങളാണ് അല്ലാഹു തആല തന്ന ഈ കണ്ണ്. ആ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പ്രതിഫലം ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന 4 കാര്യങ്ങൾ. അതിലൊന്ന് വിശുദ്ധമായ ഖുർആനാണ്. നമ്മളൊക്കെ ഖുർആൻ നിരന്തരം ഓതുന്നവരാണ്. 23 വർഷക്കാലം കൊണ്ട് വിശുദ്ധ ഹിറായിൽ നിന്ന് തുടങ്ങി പരിശുദ്ധ അറഫയിൽ അവസാനിപ്പിച്ച പരിശുദ്ധമായ ഖുർആൻ ശരീഫ്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ വയലയാണ്. സൃഷ്ടാവായ റബ്ബ് നമുക്ക് ആകാശലോകത്ത് നിന്നും നൽകിയ അവൻ്റെ മെസ്സേജുകളാണ്, സന്ദേശങ്ങളാണ്. അതനുസരിച്ച് ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1-ന് 10 പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. 1 പറഞ്ഞാൽ ഖുർആനിൻ്റെ ഒരക്ഷരം വേണ്ടുവോളം പാരായണം ചെയ്താൽ 10 പ്രതിഫലമാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ പ്രതിഫലത്തെ നേടിയെടുക്കുവാൻ മത്സരിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മളിൽ ഒരുപാട് ആളുകൾക്ക് വിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയത്തില്ല. അത് പഠിക്കാനുള്ള സൗകര്യം ഒരുപക്ഷെ അവർക്ക് ലഭിച്ച് കാണത്തില്ല. അങ്ങനെ ഓതാൻ അറിയാത്തവർക്കും ആ ഖുർആനിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് വുളൂ ചെയ്യുക. വുളൂ ചെയ്തുകൊണ്ട് ആ ഖുർആൻ കയ്യിലേക്കൊന്ന് എടുത്തു വെക്കുക. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുക. ആ ഖുർആനിൻ്റെ വരികളിലേക്ക്, ആയത്തുകളിലേക്ക് നമ്മൾ ഇങ്ങനെ കണ്ണോടിക്കുക. ആ ഖുർആൻ ഇങ്ങനെ നോക്കി നോക്കി കവിൾത്തടത്തിലൂടെ കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകുക. തീർച്ചയായിട്ടും ഖുർആൻ നോക്കിയിരിക്കുന്നതിന് തന്നെ പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ കാണാതെ ഓതാൻ നമുക്കറിയാമെങ്കിലും കണ്ടോതുന്നതിനാണ് പ്രതിഫലം കൂടുതൽ. കാരണം കണ്ടോതുമ്പോൾ അവിടെ 2 കൂലി ലഭിക്കുകയാണ്. ഒന്ന് കാണുന്നു, നോക്കുന്നു എന്നതിൻ്റെ കൂലിയും മറ്റൊന്ന് ഓതുന്നതിൻ്റെ കൂലിയും ലഭിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ അത് നമ്മൾ നോക്കിയിരുന്നാൽ പോലും നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. രണ്ടാമതൊരു കാര്യമുണ്ട്, മാതാപിതാക്കളുടെ പൂമുഖമാണ്. പ്രായം ചെന്ന ഉമ്മയും ഉപ്പയും നമ്മുടെ വീട്ടിൽ. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ബറക്കത്തു മഅൽ അക്കാബിരി, പ്രായം ചെന്നവരോടൊപ്പമാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. വീട്ടിൽ പ്രായം ചെന്ന ഉപ്പയുണ്ടെങ്കിൽ, പ്രായം ചെന്ന ഉമ്മയുണ്ടെങ്കിൽ അത് ആ വീട്ടിൻ്റെ ഐശ്വര്യമാണ്, വീട്ടിൻ്റെ ബറക്കത്താണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തോരാതെ പെയ്യുന്ന പേമാരി പോലെ ആ ഭവനത്തിൽ ഇറങ്ങാൻ അവർ കാരണമാണ്. ഒട്ടിച്ചുളിങ്ങിയ ഉമ്മയുടെ മുഖത്തേക്ക്, പ്രായം ചെന്ന ഉപ്പയുടെ മുഖത്തേക്ക് ഒന്ന് കാരുണ്യത്തോടെ ഒന്ന് നോക്കുന്നത്, സന്തോഷത്തോടെ ഒന്ന് നോക്കുന്നത്, ഉപ്പ എന്നൊന്ന് ആ മുഖത്തെ നോക്കി വിളിക്കുന്ന, ഉമ്മ എന്നൊന്ന് വിളിക്കുന്നത്, ആ മുഖത്തേക്ക് നോക്കുമ്പോൾ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുകയാണ് ചെയ്യുന്നത്. സന്തോഷത്തിൻ്റെ വിളി, സന്തോഷത്തിൻ്റെ നോട്ടം നമ്മൾ നോക്കുമ്പോൾ ആഖിറത്തിലേക്ക് നമുക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. സ്വർഗത്തിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മുടെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു ദീർഘായുസ്, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. മൂന്നാമതായിക്കൊണ്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും, കഅബ ശരീഫാണ്. നോക്കിയിരുന്നാൽ കൂലി കിട്ടുന്നത് നമുക്കറിയാം. ലോക മുസ്ലിമീങ്ങളുടെ വിശുദ്ധമായ കഅബ ശരീഫാണിത്. 24 മണിക്കൂറും കോടാനുകോടി ജനങ്ങൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന, മുറിയാതെ ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നവരാണല്ലോ തവാഫ്. ഭൂമിയുടെ ഒത്ത നടുവിലുള്ള പരിശുദ്ധമായ കഅബ ശരീഫ്. ആ കഅബ ശരീഫ് പ്രിയമുള്ളവരെ, ഏതൊരു മുസ്ലിമിൻ്റെയും വലിയ ഒരു അടങ്ങാത്ത ആഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആ വിശുദ്ധമായ കഅബയൊന്ന് കൺകുളിർക്കെ കാണുക എന്നുള്ളത്. അള്ളാഹു എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ.
ഒരു ദിവസം 120 അനുഗ്രഹങ്ങൾ തോരാതെ പെയ്യുന്ന പേമാരി പോലെ വർഷിക്കുന്ന ഒരിടം അള്ളാഹുവിൻ്റെ ഭൂമിയിലുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ കഅബ ശരീഫാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ 120 അനുഗ്രഹങ്ങളിൽ 60 അനുഗ്രഹങ്ങൾ കഅബ ചുറ്റുന്നവർക്കാണ്, തവാഫ് ചെയ്യുന്നവർക്കാണ്. 40 അനുഗ്രഹങ്ങൾ അവിടെ നമസ്കരിക്കുന്നവർക്കാണ്. പിന്നെയുള്ള 20 അനുഗ്രഹങ്ങൾ നോക്കിയിരിക്കുന്നവർക്കാണ്. കണ്ണുകൊണ്ടിങ്ങനെ നോക്കുക, കഅബ ശരീഫിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതിന് 20 പ്രതിഫലമുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നാലാമതായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഒന്നുണ്ട്, ഒരു ഭാര്യയും ഭർത്താവുമാണ്. ഭാര്യയുടെ മുഖത്തേക്ക് റഹ്മത്തിൻ്റെ, സന്തോഷത്തിൻ്റെ നോട്ടം ഭർത്താവ് നോക്കുമ്പോൾ, ഭർത്താവിൻ്റെ മുഖത്തേക്ക് സന്തോഷത്തോടു കൂടി ഭാര്യ നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടു പേരുടെയും ഇടയിൽ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുന്നതാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷത്തോടെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുക എന്ന് പറയുന്നത് തന്നെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മളൊന്നും 10 പൈസ ചിലവാക്കാതെ, ഒരു പ്രവൃത്തിയും നടത്താതെ നോക്കിയിരുന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് പ്രതിഫലം കിട്ടുന്ന വലിയ 4 കാര്യങ്ങളാണുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ ഉപകാരപ്പെടുത്തണം. നമുക്കൊരു പക്ഷേ ഒരു ദിവസമെങ്കിലും പരിശുദ്ധമായ ഖുർആൻ കാണാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകരുത്. മാതാപിതാക്കൾ അവരുടേതായ ആ മുഖത്തേക്ക് നോക്കുന്നതും പ്രതിഫലമുള്ള സംഗതിയാണ്. പരിശുദ്ധ കഅബ ശരീഫ് അവിടെ എത്താൻ അവസരം നമുക്ക് ലഭിക്കുകയാണ് എങ്കിൽ അവിടെ പോയി കുറച്ച് സമയം ആ കഅബയിലേക്ക് ഇങ്ങനെ കണ്ണും നട്ട് നോക്കിയിരിക്കുക എന്നുള്ളതും, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു ദിവസമൊക്കെ സന്തോഷത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ആ നോട്ടമൊക്കെ നോക്കുമ്പോൾ നമുക്ക് എത്രയോ പ്രതിഫലമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ വേണ്ടുവോളം മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും അവരവരുടെ ദുആ വസിയ്യത്തുകളും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും വീണ്ടും ഇൻഷാ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു അറിവുമായിട്ട് വീണ്ടും എത്താം. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി